അദ്ദേഹം രാജിവെച്ചത് അദ്ദേഹത്തിൻ്റെ സ്വന്തമായ ഒരു തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് രാജിവെച്ചത്. അദ്ദേഹം UDFന് നിരുപാധികമായ പിന്തുണ നൽകും എന്ന് പറഞ്ഞത് നല്ല കാര്യം. പിന്നെ എന്നോട് അഴിമതി ആരോപണം ഉന്നയിച്ചതിൻ്റെ പേരിൽ പൊതുമാപ്പ് പറഞ്ഞത് ഞാൻ തീർച്ചയായിട്ടും അത് സ്വീകരിക്കുന്നു. പക്ഷേ ഞാൻ അന്ന് തന്നെ ഈ നിയമസഭയിൽ തന്നെ മറുപടി പറഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തിനല്ല മറുപടി കൊടുത്തത്. ഞാൻ അന്ന് പറഞ്ഞു, മുഖ്യമന്ത്രിയുടെ അനുവാദത്തോടു കൂടിയാണ് ഈ തെറ്റായ ഒരു ആരോപണം ഉന്നയിച്ചത്. എല്ലാവരും ഇരുന്ന് ചിരിക്കുകയായിരുന്നു അസംബ്ലിക്കകത്ത്. അപ്പം ഞാൻ മുഖ്യമന്ത്രിയോടാണ് ചോദിച്ചത്. ഞാൻ പറഞ്ഞു, എൻ്റെ മുന്നണിയിൽപ്പെട്ട ഒരു MLA ആണ് ഇതുപോലെ ആരോപണം എഴുതി കൊണ്ടുവന്നിരുന്നെങ്കിൽ ഭരണകക്ഷിയിൽ ആർക്കെങ്കിലും എതിരെ ഞാനത് കീറി കൊട്ടയിലിടുമായിരുന്നു. പക്ഷെ നിങ്ങൾ ഈ ആരോപണം ഉന്നയിക്കാൻ നിങ്ങളുടെ ഒരു MLAയെ ചുമതലപ്പെടുത്തി. മുഖ്യമന്ത്രി അറിയാതെ ഒരു ആരോപണം ഒരു MLAക്ക് ഉന്നയിക്കാൻ പറ്റില്ല പ്രതിപക്ഷ നേതാവിനെതിരായി. അതുകൊണ്ട് നിങ്ങളെ ഓർത്ത് ഞാൻ ചിരിക്കണോ അതോ നിങ്ങളുടെ ഗതികേട് ഓർത്ത് ഞാൻ കരയണോ എന്നാണ് ഞാൻ മുഖ്യമന്ത്രിയോട് ചോദിച്ചത്. ഇപ്പം അൻവറിൻ്റെ വെളിപ്പെടുത്തലോടുകൂടി മുഖ്യമന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉപജാപക സംഘത്തിൻ്റെയും ഗൂഢാലോചനയാണ് അന്ന് മുഖ്യമന്ത്രിക്കെതിരായി ആരോപണം വന്നപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ പ്രതിപക്ഷ നേതാവിനെതിരായിട്ട് ഒരു കെട്ടിച്ചമച്ച ഒരു ആരോപണം ഉണ്ടാക്കിയത്. അത് വിജിലൻസ് തന്നെ അന്വേഷണം നടത്തി അടിസ്ഥാനരഹിതമായ കാര്യമാണ് എന്ന് പറഞ്ഞ് അത് തള്ളുകയും ചെയ്തു. അപ്പോൾ ആ സമയത്ത് CPMനും മുഖ്യമന്ത്രിക്കും പിടിച്ചു നിൽക്കാൻ വേണ്ടി അദ്ദേഹത്തിനെതിരായി ആരോപണം വന്നപ്പോൾ പിടിച്ചു നിൽക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു ആരോപണമാണ്. ഇപ്പോൾ ഞാനും തന്നെ അന്ന് പറഞ്ഞു. പിന്നെ അൻവർ വേറൊരു വെളിപ്പെടുത്തൽ നടത്തി. അൻവറെ കൊണ്ട് ഇതെല്ലാം ചെയ്യിച്ചത് CPMലെ ഉന്നത നേതാക്കളാണ്. അത് ആദ്യം പറഞ്ഞത് പ്രതിപക്ഷമല്ലേ അല്ലേ? ഞാൻ നടത്തിയ ഒരു പത്രസമ്മേളനത്തിൽ ഞാൻ പറഞ്ഞു, മന്ത്രിമാരടക്കമുള്ള CPMൻ്റെ ഉന്നത നേതാക്കന്മാർ അൻവറിൻ്റെ പുറകിലുണ്ട്. അവരുടെ പിന്തുണയോടുകൂടിയാണ് പാർട്ടിയിൽ പിണറായി വിജയനെ എതിർക്കാൻ ശക്തിയില്ലാത്ത ആളുകൾ ഇദ്ദേഹത്തെ മുന്നിൽ നിർത്തി കരുവാക്കി നിർത്തി പിണറായി വിജയനെതിരായും അദ്ദേഹത്തിൻ്റെ ഓഫീസിലെ ഉപജാപക സംഘത്തിനെതിരായും ആരോപണം ഉന്നയിക്കുകയായിരുന്നു എന്ന് ഞാൻ തന്നെ പത്രസമ്മേളനം നടത്തി നിങ്ങളോട് പറയുന്നുണ്ട്. നിങ്ങളെടുത്ത് നോക്കിയോ, പറവൂരിൽ നടത്തിയ എൻ്റെ നിയോജകമണ്ഡലത്തിൽ വെച്ച് എൻ്റെ വീട്ടിൽ വെച്ച് നടത്തിയ പത്രസമ്മേളനത്തിൽ ഞാൻ ഈ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ അൻവർ ഇന്ന് ആ വെളിപ്പെടുത്തൽ കൂടി നടത്തിയിരിക്കുകയാണ്. അൻവറിൻ്റെ ഇന്നത്തെ 2 വെളിപ്പെടുത്തലും പ്രതിപക്ഷം മുൻകൂട്ടി പറഞ്ഞാണ്. ഒന്ന്, എനിക്കെതിരായ ആരോപണം, കെട്ടിച്ചമച്ച ആരോപണം മുഖ്യമന്ത്രിയും ഉപജാപക സംഘം കൂടി ഉണ്ടാക്കിയതാണ്. 2, അവർക്കെതിരായ അൻവറിൻ്റെ ആരോപണം വന്നപ്പോൾ അതിൻ്റെ പുറകിൽ മന്ത്രിമാരടക്കമുള്ള CPMലെ പാർട്ടി നേതാക്കന്മാരുണ്ട്. CPMൽ ഒളിഞ്ഞിരിക്കുന്ന വിഭാഗീയതയുടെ ഏറ്റവും വലിയ ബഹിസ്ഫുരണമായിരുന്നു സത്യത്തിൽ അൻവറിനെ കണ്ടത്. പക്ഷെ പിണറായി വിജയൻ ഒന്ന് കടുപ്പിച്ചപ്പോൾ ഇവരെല്ലാം അൻവറിനെ വഴിയിലാക്കി ഓടി ഷെഡി കയറി. അതാണ് യഥാർത്ഥത്തിൽ നടന്ന സംഭവം. ഈ 2 കാര്യങ്ങളും പ്രതിപക്ഷം പറഞ്ഞത് അടിവരയിടുന്നതാണ് ഇന്ന് അദ്ദേഹം നടത്തിയ പത്രസമ്മേളനം. ആ കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത് മുഖ്യമന്ത്രി അറിയാതെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ഒരു MLA വിളിച്ച് പറയുമോ? ഇപ്പം UDFലെ ഒരു MLA ആരോപണം ഉന്നയിക്കണമെങ്കിൽ ഞാൻ അറിയാതെ ചെയ്യാൻ പറ്റില്ലല്ലോ. എൻ്റെ അനുമതി വേണം. അത് അദ്ദേഹം അവരുടെ നേതാവാണ്, പാർലമെൻ്ററി പാർട്ടി നേതാവ് കൂടിയാണ് മുഖ്യമന്ത്രി എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ ഒരു MLA മുഖ്യമന്ത്രി അറിയാതെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പറഞ്ഞു എന്ന് പറഞ്ഞാൽ ആരോപണം. അപ്പോൾ മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉപജാപക സംഘത്തിന് അതിൽ പങ്കുണ്ട്. മുഖ്യമന്ത്രിക്കെതിരായി ആരോപണം വരുമ്പോൾ ഒരെണ്ണം പ്രതിപക്ഷ നേതാവിനെതിരെ കിടന്നോട്ടെന്ന് എന്താണെന്ന് ആരോപണം എന്ന് ഓർമ്മയുണ്ടല്ലോ നിങ്ങൾക്ക്. അതായത് കേരയിൽ വന്നാൽ 2050 ആകുമ്പോഴേക്കും ഹൈദരാബാദ്, ഇവിടെ IT കമ്പനികൾ കൊണ്ട് നിറയും കേരളം. അപ്പോൾ ഹൈദരാബാദിലെയും ബാംഗ്ലൂരിലെയും IT കമ്പനികൾ 2050 ആകുമ്പോൾ പൂട്ടിപ്പോവും. അപ്പോൾ അവരത് പൂട്ടിപ്പോവാതിരിക്കാൻ വേണ്ടി 30 കൊല്ലം മുമ്പ്, അതായത് 2021 കേരളിനെ അട്ടിമറിക്കാൻ അന്ന് വേറെ MLA ആയിരുന്ന എന്നെ സ്വാധീനിച്ചു. KC വേണുഗോപാൽ വഴി എന്നെ മുഖ്യമന്ത്രിയാക്കാമെന്ന് പറഞ്ഞു. എനിക്കൊരു 150 കോടി രൂപ വണ്ടിയിൽ ഇങ്ങോട്ട് കൊടുത്തയച്ച് അതിവിടെ ഇറക്കിയിട്ട് ഞാൻ ആർക്കും കൊടുക്കാതെ ഞാൻ തിരിച്ചു കൊടുത്ത് ബാംഗ്ലൂരിലേക്ക് കൊടുത്തു വിട്ടു. ഞാൻ ചോദിച്ചത് കൊണ്ടുവന്ന വഴി പറഞ്ഞു, തിരിച്ചു കൊണ്ടുപോയ വഴി ഏതാണെന്ന് പറഞ്ഞില്ല, ഏത് വണ്ടിയിലാണ് കൊണ്ടുപോയെന്ന് പറഞ്ഞില്ല എന്ന് മാത്രം എനിക്ക് സംശയമുള്ളൂ.
അത് പറഞ്ഞില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇത് അവിടെ ഇരുന്ന് എല്ലാവരും ചിരിക്കുകയായിരുന്നു. ഇതായിരുന്നു ആരോപണം. 2050 അവിടുത്തെ കമ്പനിയൊക്കെ പൂട്ടിപ്പോകുന്നുള്ളതുകൊണ്ട് 2020 21 ഈ കേരളയിൽ വരാതിരിക്കാൻ വേണ്ടി അന്നത്തെ ഏറ്റവും പ്രഗത്ഭനായ അല്ലെങ്കിൽ ഏറ്റവും സ്വാധീനമുള്ള ഏറ്റവും വലിയ MLA ഞാനല്ലേ, കഴിഞ്ഞ എന്നെ സ്വാധീനിച്ച്, ഞാൻ പ്രതിപക്ഷ നേതാവായപ്പോഴല്ല, ആരോപണമല്ല, MLA ആയിരിക്കുമ്പോഴാണ്. MLAക്ക് ഒരു 150 കോടി മറ്റേ മീൻ വണ്ടിയിൽ കൊടുത്ത് ചാവക്കാട് വന്നു. ചാവക്കാട് ഞാൻ ഒരു ആംബുലൻസിലേക്ക് മാറ്റി. പിന്നെ അത് തിരിച്ച് ആർക്കും കൊടുക്കാതെ, ഞാൻ ആർക്കും കൊടുക്കില്ല, പൈസ കിട്ടിയ ആദ്യം ഞാൻ തിരിച്ച് കൊണ്ടുപോയി. അപ്പോൾ ഞാൻ ചോദിച്ചാൽ ആ തിരിച്ചു കൊണ്ടുപോയ വണ്ടി ഏതാണെന്നും കൂടി പറയണമെന്ന് പറഞ്ഞു. ഇതായിരുന്നു ആരോപണം. ഇതൊക്കെ ഈ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് ഇതുപോലത്തെ ഒരു ആരോപണം കേരളത്തിലെ നിയമസഭയിൽ പ്രതിപക്ഷ നേതാവിനെതിരായി ഉന്നയിക്കാൻ നിർദ്ദേശം കൊടുത്തത് എന്ന് പറഞ്ഞത് എന്ത് നാണക്കേടാണ്. ആർക്കാണ് നാണക്കേട്? അതാണ് ഞാൻ ചോദിച്ചത്. നിങ്ങളെ ഓർത്ത് ഞാൻ ചിരിക്കണോ കരയണോ എന്ന് നിയമസഭയിൽ ചോദിച്ചത്. അത് പ്രതിപക്ഷ നേതാവിന് ഒറ്റയ്ക്കൊരു നിലപാടില്ല. പാർട്ടിയും മുന്നണിയും ചർച്ച ചെയ്യേണ്ട സമയത്ത് ചർച്ച ചെയ്ത് ഉചിതമായ തീരുമാനമെടുക്കും. ഞാൻ പറഞ്ഞത് വാതിൽ അടച്ചിട്ടുമില്ല, വാതിൽ തുറന്നിട്ടുമില്ല. ഞാൻ പറഞ്ഞില്ലല്ലോ അതൊന്നും. ഞാനതൊന്നും പറഞ്ഞില്ല. ഞാൻ പാർട്ടിയും UDFും ഉചിതമായ സമയത്ത് ചർച്ച ചെയ്ത് ഉചിതമായ തീരുമാനമെടുക്കും. വാതിൽ അദ്ദേഹത്തിന് മുമ്പിൽ അടച്ചിട്ടില്ല, പക്ഷെ ഇപ്പം തുറന്നിട്ടുമില്ല. അല്ല, ഞാൻ അതിൻ്റെ അർത്ഥം അതല്ലേ, വാതിൽ അടച്ചിട്ടില്ല എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. വാതിൽ ഇപ്പൊ തുറന്നിട്ടില്ല എന്ന് പറഞ്ഞല്ലോ. ഐ ഹാവ് മേഡ് ഇറ്റ് വെരി ക്ലിയർ. ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനം എടുക്കുമെന്ന് പറഞ്ഞു. അതൊക്കെ ഒരു ചർച്ചയുണ്ടല്ലോ. ഞാൻ പറഞ്ഞല്ലോ, ഉചിതമായ സമയത്ത് ചർച്ച നടത്തി ഉചിതമായ തീരുമാനം എടുക്കുന്നതാണ്. ആ ചർച്ചയുടെ ഭാഗമാണ് ഇപ്പൊ ഈ പറഞ്ഞ ചോദ്യമൊക്കെ. അദ്ദേഹം VS ജോയിയെ നല്ലൊരു സ്ഥാനാർത്ഥിയെ അവിടെ കാണുന്നു. അദ്ദേഹം മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞു, പക്ഷേ VS ജോയിയെ നല്ലൊരു സ്ഥാനാർത്ഥിയെ കാണുന്നു എന്നുകൂടി പറയുന്നുണ്ട്. അല്ല, അവിടെ എന്തായാലും ഉപതെരഞ്ഞെടുപ്പ് വരുമല്ലോ, അത് കോൺഗ്രസ് തീരുമാനിച്ചോളാം അവിടെ ആരാ സ്ഥാനാർത്ഥിയെന്ന്. കാരണം കോൺഗ്രസിൻ്റെ സീറ്റാണ്. ഞങ്ങൾ പാർട്ടി ദേശീയ തലത്തിൽ ആ സ്ഥാനാർത്ഥി, ഞങ്ങളിവിടെ ഇലക്ഷൻ കമ്മിറ്റി കൂടി ഞങ്ങളൊരു സ്ഥാനാർത്ഥിയെ നിർദ്ദേശിക്കും. അത് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് അത് അംഗീകരിച്ച് ഞങ്ങൾക്ക് തരും. ഞങ്ങളത് UDF ഘടകകക്ഷി നേതാക്കളെ അറിയിക്കും. UDF സ്ഥാനാർത്ഥിയായി ആ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും. അതിനൊരു പ്രൊസീജിയർ ഉണ്ട്. അതെങ്കിലും ഞങ്ങൾ ചെയ്തോട്ടെ. അതല്ലല്ലോ, ഇത് ഞങ്ങൾ നേരത്തെ പറഞ്ഞ കാര്യം മാത്രമാണ് അദ്ദേഹം ഇന്ന് പറഞ്ഞിരിക്കുന്നത്. ഞാനതാണ് പറയുന്നത്. പ്രതിപക്ഷം വളരെ കൃത്യമായി ഉന്നയിച്ച കാര്യമാണ് ഞങ്ങൾ പറഞ്ഞത്. രണ്ട് പ്രധാനപ്പെട്ട കാര്യമാണ്. ഒന്ന്, ഹീനമായ അടിസ്ഥാനരഹിതമായ ഒരു ആരോപണം ഉന്നയിക്കാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ആ MLA ചുമതലപ്പെടുത്തി. രണ്ട്, മുഖ്യമന്ത്രിക്കും ഉപജാപക സംഘത്തിനെതിരായി ആരോപണം ഉന്നയിക്കാൻ CPMലെ ഉന്നതരായ നേതാക്കളുടെ പിന്തുണ അൻവറിനുണ്ടായിരുന്നു. അപ്പോൾ സംതിങ് ഈസ് റോട്ടൺ ഇൻ ഡെൻമാർക്ക് എന്ന് പറഞ്ഞതുപോലെ CPMൽ എന്തോ ചീഞ്ഞു നാറുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത് അന്ന്. അവരുടെ കാര്യത്തിൽ താങ്കൾ പറഞ്ഞ കാര്യം ഞങ്ങൾ ആ ചർച്ചയിൽ ഉന്നയിക്കാം. ഇങ്ങനൊരു അഭിപ്രായം വന്നിട്ടുണ്ടെന്ന് ഞാൻ പറയാം. വ്യക്തിപരമായ ഒരു കാര്യവും ഇതിൻ്റെ അകത്ത് ബാധകമല്ല. എനിക്ക് അദ്ദേഹത്തോട് എതിർപ്പില്ല. ഞാൻ അന്നും പറഞ്ഞില്ല, ഒന്നും പറഞ്ഞില്ല. ഞാനിത് പറഞ്ഞന്ന് നിയമസഭയുടെ രേഖയിൽ നിന്ന് ഇത് മാറ്റരുതെന്ന് പറഞ്ഞു. അതവിടെ കിടക്കട്ടെ എന്ന് പറഞ്ഞു. വരാനിരിക്കുന്ന തലമുറകൾ അറിയണം ഇങ്ങനെ കുറേ ആരോപണമൊക്കെ നിയമസഭയിൽ വന്നെന്ന്. സാധാരണ എല്ലാവരും നിയമസഭാ രേഖയിൽ നിന്നത്
നീക്കം ചെയ്യണമെന്നാണ് പറയുന്നത്. ഞാൻ പറഞ്ഞത് രേഖയിൽ നിന്ന് നീക്കം ചെയ്യരുത്. ഇങ്ങനെ കുറേ ആളുകൾ ഉണ്ടായിരുന്നതായിട്ട് അന്നോ ഭാവിയിൽ അറിയണമെന്ന് പറഞ്ഞു. ഇതുപോലൊരു മുഖ്യമന്ത്രി ഇതുപോലെ ആരോപണം ഉന്നയിപ്പിച്ചതും ഒക്കെ അറിയണമെന്ന് പറഞ്ഞു. അതവിടെ കിടക്കട്ടെ, രേഖയായിട്ട് കിടക്കട്ടെ. നിലമ്പൂരിൽ അൻവർ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കാമെന്ന് പറയുന്നുണ്ട്. ആര്യാടൻ ഷൗക്കത്ത് അല്ലെങ്കിൽ പിന്തുണ വേണം അല്ലെങ്കിൽ വേണ്ട എന്ന് പറയാൻ പറ്റുമോ? അല്ല, സ്ഥാനാർത്ഥിയൊക്കെ ഞങ്ങൾ തീരുമാനിക്കട്ടെ, ഞങ്ങൾ തീരുമാനിക്കാം. ഞങ്ങൾ അതൊക്കെ നമുക്ക് നോക്കാമല്ലോ, നമുക്ക് ആലോചിക്കാം, അപ്പോൾ ആലോചിക്കാം. സ്ഥാനാർത്ഥി ഞങ്ങൾ തീരുമാനിക്കട്ടെ. വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ പോവാണ്. തുടർച്ചയായ ഉപതെരഞ്ഞെടുപ്പുകളിൽ നേട്ടം ഉണ്ടാക്കാൻ പറ്റിയത് നിലമ്പൂരിൽ ഒരു രാഷ്ട്രീയ സാഹചര്യം എങ്ങനെയാണ്? വൻ ഭൂരിപക്ഷത്തിൽ UDF സ്ഥാനാർത്ഥി ജയിക്കും. വൻ ഭൂരിപക്ഷത്തിൽ, ഞാൻ വെറുതെ പറയല്ല, ഉറപ്പാടി ജയിക്കും. വലിയ ഭൂരിപക്ഷം ജയിക്കും. ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ കൂടി വരുമ്പോൾ ആ ഭൂരിപക്ഷം വർദ്ധിക്കും. പണ്ട് ആര്യാട സാറൊക്കെ ജയിച്ച വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കും. അല്ലല്ല, അതൊക്കെ പാർട്ടി തീരുമാനിക്കേണ്ട കാര്യമല്ലേ. പാർട്ടി തീരുമാനിക്കേണ്ട കാര്യമൊക്കെ ഞാൻ കയറി നിങ്ങൾ എൻ്റെ നിന്ന് എന്ത് കഷ്ടപ്പെട്ടാലും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം കിട്ടില്ല. ഞാൻ നിങ്ങളോട് പറയാൻ തീരുമാനിച്ചേക്കണ കാര്യമല്ലാതെ ഞാൻ വേറൊന്നും പറയത്തില്ല. നിങ്ങൾ വെറുതെ സമയങ്ങളല്ല. എൻ്റെ നിന്ന് ഇന്നുവരെ കിട്ടിയില്ല, അതിനൊരു ദേഷ്യം എന്നോട് ഉണ്ട്. ആകാശത്ത് നിന്നൊക്കെ ഉണ്ടാക്കി ചില വാർത്തയൊക്കെ എനിക്കെതിരെ പറയുന്നുണ്ട്. നഷ്ടമാണ് ഇത്. LDFന് ഭയങ്കര നഷ്ടമായി പോയെന്ന് അദ്ദേഹത്തിന് പറയാൻ പറ്റുമോ? പറയാൻ പറ്റുമോ? ഞാൻ പറയണത്, പാർട്ടി MLA ആയിരുന്ന ഒരാൾ, മുഖ്യമന്ത്രിയെ പിതൃസ്ഥാനത്ത് കണ്ടിരുന്ന ഒരാൾ, മുഖ്യമന്ത്രിയെയും മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉപജാപക സംഘത്തിനെതിരായിട്ടും നിരന്തരമായി ആരോപണങ്ങൾ ഉന്നയിക്കുക. അപ്പം ഞങ്ങൾ പറയുമ്പോൾ ഞങ്ങൾ പ്രതിപക്ഷമാണെന്ന് പറയാം. ആ പ്രതിപക്ഷം നിരന്തരമായി ഉന്നയിച്ചിരുന്ന ആരോപണങ്ങൾക്ക് അടിവരയിടുകയാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കോക്കസാണ്, ഉപജാപക സംഘമാണെന്ന് പറഞ്ഞാൽ ഞങ്ങളല്ലേ? അല്ലേ? അത് ശരിയാണെന്ന് പറഞ്ഞല്ലേ? അതിനൊക്കെ ഞാൻ അന്ന് തന്നെ മറുപടി പറഞ്ഞിട്ടുണ്ടല്ലോ, കൃത്യമായിട്ട്. അത് രാഷ്ട്രീയമല്ലേ. അന്ന് കൊടുക്കേണ്ട മറുപടി അന്ന് തന്നെ കൊടുത്തിട്ടുണ്ട്, പിറ്റേ ദിവസത്തേക്ക് വെച്ചില്ല. അറിയല്ല. ചർച്ചയും നടത്തിയിട്ടില്ല, ആശയവിനിമയം നടത്തിയിട്ടില്ല. പക്ഷെ എല്ലാവരുടെയും പൊതുവായ ഒറ്റ അഭിപ്രായമാണ് ഞാനീ പറഞ്ഞത്. എൻ്റെ മാത്രമല്ല, എല്ലാവരുടെ അഭിപ്രായം. പാർട്ടിയിലൊരു സിസ്റ്റം ഉണ്ടല്ലോ, അതനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യും. വേറെ എന്തെങ്കിലും ഉണ്ട്? നമ്മൾ എന്തോരം ചോദ്യം ചെയ്തു എന്ന് ഞാൻ പറഞ്ഞല്ല, ക്ലിയർ ചെയ്തല്ല. ക്ലിയറാണല്ലോ. നിങ്ങൾ എപ്പോഴും ഓർത്താൽ മതി, വാതിൽ അടച്ചിട്ടുമില്ല തുറന്നിട്ടുമില്ല. വേറെ എന്തെങ്കിലും ഉണ്ടോ? അദ്ദേഹം എടുക്കുന്ന വിഷയങ്ങൾ, പൊളിറ്റിക്കൽ വിഷയങ്ങൾ, അതുപോലെ അദ്ദേഹം എടുക്കുന്ന നിലപാടുകൾ എല്ലാം UDFന് അനുകൂലമായ സാഹചര്യമല്ലേ ഉണ്ടാക്കുന്നത്? അല്ല, അത് നോക്കാം, നമുക്ക് നോക്കാം, നമുക്ക് കാത്തിരുന്ന് കാണാം.